18 വയസ്സിന് താഴെയുള്ളവർ ഊർജ്ജദായക പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കുന്ന പുതിയ നീക്കത്തിന് UAE ഒരുങ്ങുന്നു. ഊർജ്ജദായക പാനീയങ്ങൾ കൗമാരപ്രായക്കാരുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്നാണ് പുതിയ നിയമം രൂപീകരിക്കാൻ ശ്രമം നടക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ളവരിൽ ഊർജ്ജദായക പാനീയങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഊർജ്ജദായക പാനീയങ്ങളിലെ ഉത്തേജക പദാർത്ഥം യുവാക്കളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പുതിയ മെഡിക്കൽ പഠനങ്ങളും പറയുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രായപരിധി 16-ൽ നിന്നും 18-ലേക്ക് ഉയർത്താൻ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് ഉന്നത സമിതി ആലോചിക്കുന്നത്. UAE-ലെ ഊർജ്ജദായക പാനീയങ്ങളുടെ നിർമ്മാതാക്കളുമായും ആരോഗ്യ മന്ത്രാലയവുമായും വിഷയം ചർച്ച ചെയ്യുമെന്ന് ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഹാഷിം അൽ നുഐമി വ്യക്തമാക്കി. ഇതിനു പുറമെ ലോക്കൽ കടകളിലും ഔട്ട്ലെറ്റുകളിലും ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ 18 വയസ്സിന് താഴെയുള്ളവർക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഊർജ്ജദായക പാനീയങ്ങൾ നൽകുന്നതിന് നിരോധനം ഏർപ്പെടുത്തും. മീഡിയ 1 ദുബായ്. ബഹ്റൈനിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ട കേസിൽ സ്വദേശി യുവാവിനെ വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ക്രിമിനൽ കോടതി ശരിവെച്ചു. മഹേർ അബ്ബാസ് അൽ ഖബ്ബാസ് എന്ന 27-കാരനാണ് വധശിക്ഷ. ആസൂത്രിതമായി നിയമപാലകനെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് ശിക്ഷ. പോലീസുകാരനായ മുഹമ്മദ് ആസിഫ് ഖാൻ അഫ്രീദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കുവൈത്തിലെ അഹമ്മദി എണ്ണ ശുദ്ധീകരണശാലയിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2 ഇന്ത്യക്കാർ കൂടി മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ രമേശ് രാജേന്ദ്രൻ, ദേവേന്ദ്രൻ വീരമുത്തു എന്നിവരാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ് ഇരുവരും ബാപ്തേൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. ഒഡീഷ സ്വദേശി സുഭാഷ് മഹാപത്ര, തമിഴ്നാട് സ്വദേശി മോഹൻ മാണിക്യം എന്നിവരായിരുന്നു നേരത്തെ മരിച്ചത്. നാസർ അൽബബ്ദ കോൺട്രാക്ടിംഗ് കമ്മ്യൂണിറ്റിയിലെ കരാർ തൊഴിലാളികളാണ് മരിച്ച 4 പേരും. പത്തനംതിട്ട സ്വദേശി കുവൈത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. കോഴഞ്ചേരി തെക്കേമല ചെളിക്കുഴിയിൽ CM മാത്യു ആണ് റിഗിയിലെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ചത്. ഫസ്റ്റ് ട്രേഡിംഗ് കമ്പനി ജീവനക്കാരനായിരുന്നു. ലിസി മാത്യു ആണ് ഭാര്യ. മകൻ കെന്നി മാത്യു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബഹ്റൈനിൽ ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ തൊഴിലെടുക്കുന്ന സ്വദേശികളുടെ വേതനം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി രംഗത്ത് അടിസ്ഥാന മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ കുറഞ്ഞ ശമ്പളം 300 ദിനാറും മാനേജിംഗ് മേഖലയിലുള്ളവരുടേത് 400 ദിനാറുമായാണ് ഉയർത്തിയത്. ഓരോ തൊഴിലാളിക്കും 50 ദിനാർ തോതിൽ 2 വർഷത്തേക്ക് ഈ മേഖലയിലുള്ള കമ്പനികൾക്ക് സുപ്രീം കൗൺസിൽ ഫോർ വെക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ പരിശീലനം നൽകും. പിന്നീട് അതാത് സ്ഥാപനങ്ങളിൽ തന്നെ മുഴുവൻ ശമ്പളവും തൊഴിലാളികൾക്ക് നൽകാൻ ബാധ്യസ്ഥമാണെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. വിവിധ സ്റ്റാർ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും തൊഴിലെടുക്കുന്ന 2200 സ്വദേശികൾക്ക് ഇതിൻ്റെ ഗുണഫലം ലഭിക്കും. ശമ്പള വർധനയിലൂടെ സർക്കാരിന് 3 ദശലക്ഷം ദിനാറിൻ്റെ അധിക ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മീഡിയ 1 ബഹ്റൈൻ. ദുബായ് വാട്ടർ കനാൽ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള ഷെയ്ഖ് സായിദ് റോഡിലെ സമാന്തര പാതയുടെ പണി പൂർത്തിയാകുന്നു. 3 ഘട്ടങ്ങളായാണ് ദുബായ് വാട്ടർ കനാൽ പദ്ധതി പൂർത്തിയാക്കുക. ദുബായ് വാട്ടർ കനാൽ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി ഷെയ്ഖ് സായിദ് റോഡിലെ ഗതാഗതം വഴിതിരിച്ചുവിടുന്നതിനായി നിർമ്മിക്കുന്ന സമാന്തര പാതയുടെ പണി 25% പൂർത്തിയായതായി RTA അറിയിച്ചു. വൈദ്യുതി കേബിളുകളും കുടിവെള്ള പൈപ്പുകളും മാറ്റി സ്ഥാപിക്കുന്ന ജോലി 70% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് സായിദ് റോഡിലൂടെയുള്ള ഗതാഗതത്തിന് ഭംഗം വരാത്ത രീതിയിലാണ് പണി നടക്കുന്നത്. ഒക്ടോബർ അവസാനത്തോടെ സമാന്തരപാത തുറന്നുകൊടുക്കാനാവും വിധമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ദിശയിൽ സഫ പാർക്കിനോട് ചേർന്നാണ് 1 കിലോമീറ്റർ നീളത്തിൽ സമാന്തരപാത നിർമ്മിക്കുന്നത്. വാട്ടർ കനാൽ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങുമ്പോൾ അബുദാബിയിലേക്കുള്ള വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടും. 3 ഘട്ടങ്ങളായാണ് ദുബായ് വാട്ടർ കനാൽ പദ്ധതി പൂർത്തിയാക്കുക. 1ാം ഘട്ടത്തിൽ കനാലിന് മുകളിലൂടെ ഷെയ്ഖ് സായിദ് റോഡിലെ പാലങ്ങളുടെ നിർമ്മാണം നടക്കും. ഓരോ ദിശയിലും 8 ലൈനുകൾ വീതമുള്ളതാണ് പാലങ്ങൾ. 8 മീറ്റർ ഉയരമുള്ള പാലത്തിനടിയിലൂടെ ബോട്ടുകൾക്ക് സുഗമമായി കടന്നു പോകാൻ സാധിക്കും. 2ാം ഘട്ടത്തിൽ ജുമൈറയിലും അൽവാസൽ റോഡിലും പാലങ്ങൾ നിർമ്മിക്കുമെന്നും 3ാം ഘട്ടത്തിൽ 3.25 കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മിക്കുകയും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1 ദുബായ്. റിയാദ് മലപ്പുറം ജില്ലാ KMCC റിവൈവ് 2014 ക്യാമ്പയിന്റെ ഭാഗമായി നേതൃസ്മൃതി സംഘടിപ്പിച്ചു. GM ബനാത്വാല, CH മുഹമ്മദ് കോയ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നീ നേതാക്കളെയാണ് പരിപാടി അനുസ്മരിച്ചത്. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സമദിന്റെ അധ്യക്ഷതയിൽ സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുൾ സലാം തൃക്കരിപ്പൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ മുനിയൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാ കുവൈത്ത് UAE എക്സ്ചേഞ്ച് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 5-ന് ഹറാഫിൻ സ്പോർട്സ് ക്ലബ്ബിൽ നടക്കും. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ടൂർണമെന്റിൽ 30 പുരുഷ ടീമുകളും 4 വനിതാ ടീമുകളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭരാത്രി.